ഫ്രണ്ട്സ് SSCയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷനാണ്. JE ആണ് വിളിച്ചിരിക്കുന്നത്, ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ ഓർഗനൈസേഷനിലേക്കും വിവിധ ഓഫീസുകളിലേക്കുള്ള വേക്കൻസികൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വേക്കൻസി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിപ്ലോമ അതുപോലെ തന്നെ നിങ്ങൾക്ക് BE BSc എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് എങ്ങനെയാണ്, അതോടൊപ്പം ഇതിൻ്റെ എക്സാം സ്കീം എങ്ങനെയാണ് തുടങ്ങിയിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ SSCയുടെ വെബ്സൈറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് പഴയ വെബ്സൈറ്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, ഇത് പുതിയ വെബ്സൈറ്റാണ്. നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പഴയ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ എന്താണ് വൺ ടൈം രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പഴയ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവരും എന്ത് ചെയ്യണം, പുതിയ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ വെബ്സൈറ്റിൽ എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടെല്ലാം നമ്മൾ വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ പുതിയ വെബ്സൈറ്റിലേക്ക് മാറിയത് കൊണ്ട് അവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും നമ്മൾ പഴയ വെബ്സൈറ്റിലൊക്കെ ഫോട്ടോ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നൊരു രീതിയിലായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് വന്നിരുന്നത്. എന്നാൽ പുതിയ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലൈവ് ആയിട്ടുള്ള നമുക്ക് വെബ് ക്യാം അല്ലെങ്കിൽ മൊബൈലിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഒക്കെ വെച്ചിട്ട് നമുക്ക് ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സംവിധാനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടെല്ലാം ഒരു ക്ലാരിറ്റി നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിലൂടെ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന വേക്കൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം, ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മാർച്ച് 28 കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കലാണ് വിളിച്ചിരിക്കുന്നത്. എക്സാമിനേഷൻ 2024. അപ്പോൾ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 28 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 18 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഇനി നിങ്ങൾക്ക് ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 19 വരെ സമയമുണ്ട്. ഇനി നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയാൽ, മിസ്റ്റേക്ക് വരാതെ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ മിസ്റ്റേക്ക് വന്നു പോയാൽ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഡേറ്റ് ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഏപ്രിൽ 22 ഏപ്രിൽ 23 ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. അത് നമുക്ക് വെറുതെ അങ്ങോട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിശ്ചിതമായിട്ടുള്ളൊരു ചാർജ് SSC ഈടാക്കുന്നതാണ്. ഒന്നാമതായിട്ട് നമ്മൾ മാറ്റങ്ങൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ 200 രൂപയും, രണ്ടാമതായിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ 500 രൂപയും എന്നുള്ള രീതിയിൽ ആ ചാർജ് ഈടാക്കും. അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ. പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പേപ്പർ 1ൻ്റെ ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഉടനെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു ജോലി എന്നൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കാരണം ഉടനെ തന്നെ എക്സാം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കാണാം, ഇവിടെ കാണാം ജൂണിലേക്ക് ഇതിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, 4/6/2024 ടു 6/6/2024. പിന്നെ ഇതിൻ്റെ പേപ്പർ സെക്കൻഡിൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് SSCയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിൽ ഹോൾഡ് ആൻ ഓപ്പൺ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഫോർ ഓർഗനൈസേഷൻ ഓർ ഓഫീസസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ ഓർഗനൈസേഷനിലേക്കും വിവിധ ഓഫീസുകളിലേക്കും എന്താണ് ഉള്ള വേക്കൻസികൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കാണാം, ഗ്രൂപ്പ് B കാറ്റഗറിയിലെ പോസ്റ്റാണ്. പിന്നെ അതിൻ്റെ പേ സ്കെയിലൂടെ കൊടുത്തിട്ട് കാണാം 35,400 മുതൽ 1,12,400 ആണ് കേട്ടോ. പിന്നെ ഇനി നമ്മൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ഡയറക്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഓർഗനൈസേഷനിലേക്ക് ഓഫീസുകളിലേക്കാണ്. അപ്പോൾ ഓർഗനൈസേഷനോടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BROയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്രഹ്മപുത്ര ബോർഡ്, അങ്ങനെ കുറേ ഓർഗനൈസേഷൻ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ നമ്മൾ വിശദമായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്ക് JEC ആണത്, പോസ്റ്റ് കോഡാണ്. C എന്ന് പറയുന്നത് സിവിലാണ് കേട്ടോ ഉദ്ദേശിക്കേണ്ടത് നിങ്ങൾ. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ സിവിലിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന BROയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ. ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് BE അതല്ലെങ്കിൽ നിങ്ങൾക്ക് BSc സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ, സിവിൽ എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 2 ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമാണ് കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ എന്താണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇത് കേട്ട് നിങ്ങൾ ഓടണ്ട, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതാ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികൾ ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഇതിലൊക്കെ നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞാൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളാണ്. ഇവിടെ മാത്രം ഈ പറയുന്ന BROയിൽ മാത്രമൊക്കെയാണ് കുറച്ച് നമുക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ചോദിക്കുന്നത് ഡിപ്ലോമ കഴിഞ്ഞവർക്ക്. ഇവിടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത നമുക്ക് വിളിച്ചിരിക്കുന്നത് JEE&M ആണ്, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അതായത് BE ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 2 ഇയർ എക്സ്പീരിയൻസ് ആണ്. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക്
ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് വരുന്നത് 30 കേട്ടോ. SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 31. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്ക് നിങ്ങൾക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല. SC/ST ആണെങ്കിൽ 35, OBC ആണെങ്കിൽ 33. അപ്പോൾ ഏജ് റിലാക്സേഷൻ എന്താണ് എല്ലാ പോസ്റ്റും ഉണ്ടായിരിക്കും. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇവിടെ ബ്രഹ്മപുത്ര ബോർഡ് മിനിസ്ട്രി ഓഫ് ജലശക്തിയാണ്. ഇതിലേക്ക് JEE വിളിച്ചിട്ടുണ്ട്, സിവിലാണ്. ഇതിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. ഏജ് ലിമിറ്റ് 30. സെൻട്രൽ വാട്ടർ കമ്മീഷൻ വിളിച്ചിട്ടുണ്ട്, JEE മെക്കാനിക്കൽ വിളിച്ചിട്ടുണ്ട്, JEE സിവിലും വിളിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമയോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കേട്ടോ. അത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഇനി നിങ്ങൾക്ക് JEE സിവിലാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അതല്ലെങ്കിൽ ഡിപ്ലോമയോ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട കേട്ടോ. അതായത് BA or BTech അല്ലെങ്കിൽ BSc സിവിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമയോ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 30 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട്, സിവിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കലിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 32 വേക്കൻസിയാണ് അതിൽ. അപ്പോൾ അടുത്തത് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനാണ്. ഇതിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ. അപ്പം ഏജ് ലിമിറ്റ് വരുന്നത് 30 കേട്ടോ. അടുത്ത നേവൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കൂടെ കാണാൻ പറ്റും. JEE മെക്കാനിക്കൽ, JEE ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ എന്നാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് BA or BTech ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷൻ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് 30. ഇതിനടുത്ത് JEE ഇലക്ട്രിക്കലാണ്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇലക്ട്രിക്കലിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫറക്ക ബരേജ് പ്രൊജക്ട് മിനിസ്ട്രി ഓഫ് ജലശക്തിയാണ്. ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഡിപ്ലോമ ഉള്ളവർക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് അടുത്തത് ഫറക്ക ബരേജ് പ്രൊജക്ട് മിനിസ്ട്രി ഓഫ് ജലശക്തിയിൽ JEE സിവിലും വിളിച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ മിലിറ്ററി എഞ്ചിനീയർ സർവീസ് MES നിങ്ങൾക്ക് ഇവിടെ കാണാം. സിവിലിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റായിട്ട് ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 30 ഇതിൻ്റെ. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കലും വിളിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കലിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റായിട്ട് ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ എന്താണ് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ NTRൽ വിളിച്ചിട്ടുണ്ട്. സിവിലാണ്. സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 30 ഏജ് ലിമിറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ വേക്കൻസി കാണാൻ നിങ്ങൾക്ക് SC/ST OBC ഇങ്ങനെ റിസർവ്ഡ് വേക്കൻസി ഉണ്ട്. അപ്പോൾ SC/ST OBC ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സെറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏകദേശം വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന BROയിലേക്ക് നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. BROയിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മെയിൽ കാൻഡിഡേറ്റ്സിന് 156 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഒക്കെ വേണം. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയട്ടോ. പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ കാര്യങ്ങളും വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. BROയിൽ നിങ്ങൾക്ക് 438 വേക്കൻസി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സിവിലിൽ ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കലിൽ 37 വേക്കൻസി ടോട്ടൽ. പിന്നെ SC/ST OBC EWS ഒക്കെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ ഇവിടെ കാണാം കേട്ടോ. 120 വേക്കൻസി, 121, 217 വേക്കൻസി, അങ്ങനെ വേക്കൻസികൾ കാണാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വേക്കൻസികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേക്കൻസികളൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിതിൽ അപേക്ഷാ ഫീസ് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട. SC/STക്ക് ഫീ വേണ്ട. ദെൻ PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനും യാതൊരു ഫീ വേണ്ട. ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 100 രൂപ അപേക്ഷാ ഫീസായിട്ട് വരും കേട്ടോ. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ഉള്ളവരാണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ SC/STക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. എക്സ് സർവീസ്മാൻ PWDക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്ററാണ്. നമുക്ക് KKR റീജിയനാണ് വരിക. നിങ്ങൾക്കിവിടെ കാണാം. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരമാണ് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും 3 നമ്മൾ ആ ഒരു പ്രിഫറൻസ് നമ്മൾ കൊടുക്കണം ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷനാണ്. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഈ പറയുന്ന BROയിലേക്ക് എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയാം കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 2 പേപ്പറാണ് അതിൽ വന്നിരിക്കുന്നത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് എക്സാമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ പേപ്പർ 1ൽ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. ഇതിൽ നമുക്ക് വരുന്ന സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരിക്കും. 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. പിന്നെ നിങ്ങൾക്ക് ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കും. 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അങ്ങനെ 100 മാർക്കിൻ്റെതാണ് ടോട്ടൽ ഈ പറയുന്ന മേഖലയിൽ ഈ പാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ നമുക്ക് പേപ്പർ 1ൽ തന്നെ പാർട്ട് A വരുന്നുണ്ട്. പാർട്ട് Aയിൽ ഇപ്പോൾ നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ BA or BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർ പാർട്ട് A ആണ് ചൂസ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾക്ക് ജനറൽ എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് സ്ട്രക്ചറലാണ്. ഇതിൻ്റെ സിലബസ് ഒക്കെ ഞാൻ കാണിക്കാം. ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക്കലാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾ
നിങ്ങൾ പാർട്ട് ബി ആണ് ചൂസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് മെക്കാനിക്കൽ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ഏതാണോ നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അത് മാത്രമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ എക്സാമിന്. അപ്പോൾ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് അങ്ങനെയാണ് അത് വരുന്നത്. ആകെ നമുക്ക് ടൈം ഡ്യൂറേഷൻ 2 മണിക്കൂറാണ്. ദെൻ പേപ്പർ 2 പിന്നെ നമുക്ക് ഇപ്പം പേപ്പർ 1 ഒക്കെ വിവിധ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും എന്താണ് അപേക്ഷയുടെ എണ്ണത്തിനനുസരിച്ച് ആയിരിക്കും അത് എന്ത് ചെയ്യുക എക്സാം നടത്തുക. പിന്നെ അതിനെ നോർമലൈസ് ചെയ്തിട്ടാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കാം. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പിന്നെ പേപ്പർ 2 ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. അതിൽ പാർട്ട് എ ജനറൽ എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് സ്ട്രക്ചർ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് സിലബസ് തരാം. അതായത് നിങ്ങൾക്ക് സിവിൽ ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് എ ഉണ്ടാവും, ഇലക്ട്രിക്കൽ ആണെങ്കിൽ പാർട്ട് ബി ആണ് ഉണ്ടാവുക, ഇനി മെക്കാനിക്കൽ ആണെങ്കിൽ പാർട്ട് സി ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻ 300 മാർക്കാണ് വരിക കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും കേട്ടോ. പേപ്പർ 1 ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഡീറ്റെയിൽഡ് സിലബസ് നോക്കി നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ജനറൽ അവയർനെസ്സിൻ്റെ ഇവിടെ കാണാം. പിന്നെ ജനറൽ എഞ്ചിനീയറിംഗ് സിവിൽ സ്ട്രക്ചർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ നിങ്ങൾക്ക് പാർട്ട് എ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ആണെങ്കിൽ ഇതാ, പാർട്ട് ബി നിങ്ങൾക്ക് പേപ്പർ 1 ഇതൊക്കെ കേട്ടോ. പാർട്ട് ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഇതാ, ദെൻ പാർട്ട് സി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് ഇതാ. ഇനി പേപ്പർ 2 നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും കൊടുത്തിട്ട് സിവിലാണെങ്കിൽ ഇതാ അത്യാവശ്യം വലിയ സിലബസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഇതൊക്കെ സിവിലിൻ്റെതാണ് വരിക. പിന്നെ പാർട്ട് ബി ഇലക്ട്രിക്കലിൻ്റെ ഇതാ അവിടെ. ഓക്കെ, ദെൻ പാർട്ട് സി മെക്കാനിക്കലിൻ്റെ ഇതാ അവിടെ. ഓക്കെ, അപ്പോൾ സിലബസ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷനുണ്ട്. ഇനി ഞാൻ പറഞ്ഞ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതാണ് കേട്ടോ. ഈ സെയിം മാതൃക ആയിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സെയിം മാതൃക മറ്റേ ഡിജിറ്റൽ അക്ഷയയിൽ പോയിട്ട് നമ്മൾ എടുക്കുന്ന ഡിജിറ്റൽ കോപ്പി പറ്റുമെന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കാണിക്കട്ടോ, നമ്മുടെ ചാനലിൽ കയറിയിട്ട് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ അത് OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിലും SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടോ. ആ വീഡിയോസ് ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ തമ്പനയിൽ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് താഴെടാം, ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു മാസം മുൻപ് ചെയ്ത വീഡിയോ ആണ്. കേന്ദ്ര സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഓൺലൈനായിട്ട് എടുക്കുന്ന സർട്ടിഫിക്കറ്റ് മതിയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പം നമ്മുടെ RRBയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വേണം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും കേട്ടോ. അത് ഇനി OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് മാതൃക ഇതിലുണ്ട്. ഇത് സെയിം മാതൃക ആയിരിക്കണം. ദെൻ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് മാതൃകയുണ്ട്. അപ്പോൾ സെയിം മാതൃക തന്നെയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനി ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്സെപ്റ്റബിൾ ഫോട്ടോഗ്രാഫാണ്. അത്യാവശ്യം നിങ്ങൾ ക്യാമറൻ്റെ മുന്നിൽ ലൈവ് ആണെങ്കിലും നിങ്ങൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫോട്ടോ എടുക്കുക. ഫ്രണ്ടൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന, അതുപോലെ നമ്മുടെ ഇയറൊക്കെ നല്ല വ്യക്തമായിട്ട് നമ്മുടെ ചെവിയൊക്കെ കാണുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നമ്മൾ ആ രീതിയിൽ നമ്മൾ ഫോട്ടോ എടുക്കുക കേട്ടോ. പിന്നെ ഗ്ലാസ് ഒന്നും വെക്കാൻ പാടില്ല, കണ്ണടൊന്നും വെക്കരുത്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറായിരിക്കണം കേട്ടോ. ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളർ, വേറെ എന്തെങ്കിലും കാര്യങ്ങളോ തിങ്സ് ഒന്നും അവിടെ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ലൈറ്റ് ഫുള്ള് വേറെ കാര്യങ്ങളും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരാൻ പാടില്ല. ഈ രീതിയിൽ പ്ലെയിൻ ആയിരിക്കണം, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുക. ഓക്കെ, ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊന്നും പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നിങ്ങൾക്കുള്ള സാമ്പിളാണ്. ഇങ്ങനെ ഈ രീതിയിലുള്ള ഫോട്ടോസ് ഒന്നും നമുക്ക് ഇത് SSC ആക്സെപ്റ്റ് ചെയ്യില്ല, നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ നല്ല ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് ഈ ഒരു രീതിയിലുള്ള ഒരു ക്ലാരിറ്റിയും ഈ രീതിയിലുള്ളൊരു ഫോട്ടോ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, മീൻസ് ലൈവായിട്ട് എടുക്കേണ്ടത്. ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ പറയുന്ന BRO അതായത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്ക് നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാ ഓർഗനൈസേഷനിലേക്കും മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ പറ്റുള്ളൂ BROയിലേക്ക്. അപ്പോൾ അവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് കാണിക്കാം. നിങ്ങൾക്ക് കാണാം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഇത് BROയിലേക്ക് അപ്ലൈ ചെയ്യുന്ന BROയിലേക്ക് സെലക്ട് ആകുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ BROയിലേക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അവിടെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മൈൽ ഓടാനാണ് ഉണ്ടായിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് എത്തിയാൽ മതി. അത് വേഗം എത്തണമെന്നൊന്നുമില്ല. ആ ടൈമിൻ്റെ ഉള്ളിൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടി എത്തിയാൽ മതി. ജസ്റ്റ് നമ്മളത് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. വേറെ വലിയ ടാസ്ക് ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് നിശ്ചിതമായുള്ള ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ സദേൺ റീജിയൻ കേരളത്തിലുള്ളവരാണെങ്കിൽ 157 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. ദെൻ ചെസ്റ്റ് മിനിമം 75 സെൻറ്റിമീറ്ററും എക്സ്പാൻഷനിൽ 5 സെൻറ്റിമീറ്ററും വേണം. പിന്നെ 50 കിലോഗ്രാം വെയിറ്റ് മിനിമം വെയിറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള BROയിലേക്ക് കൊടുക്കണം താല്പര്യമുള്ളവർ മാത്രം ഇത് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡൊക്കെ ഓക്കെ ആണോ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചോയ്സ് ഈ പറയുന്ന നിശ്ചിതമായുള്ള സമയത്ത് അത് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലേക്ക് കാണിക്കുന്നത് കേട്ടോ. നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത്
ഇവിടെ കാണാം, ഇത് പഴയ വെബ്സൈറ്റാണ്. പഴയ വെബ്സൈറ്റിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രജിസ്ട്രേഷൻ നമ്പറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇനി ആവശ്യമില്ല. അത് നിങ്ങൾക്ക് പഴയ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് പഴയ വെബ്സൈറ്റിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാൻ അത് വേണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ, അത് നിങ്ങൾ കളയണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പുതിയ വെബ്സൈറ്റിൽ, ഇതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയ വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, ഒരു 4 ആഴ്ച മുൻപ് ചെയ്ത വീഡിയോ ആണ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. SSC പുതിയ വെബ്സൈറ്റിലൂടെ നമ്മൾ എങ്ങനെ അപേക്ഷിക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് തരാം. ഈ വീഡിയോ നമ്മൾ ചെയ്തത് ഫേസ് 12 എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട്, റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, OTR ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അതാണ് ഈ വീഡിയോ ആണ്. ആ വീഡിയോ ആണ് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇതടിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫോമൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ഉപകാരപ്രദമാകും. അപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, വൺ ടൈം രജിസ്ട്രേഷൻ. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കി നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് ഏകദേശം 15 മിനിറ്റ് വരെയുള്ള ഭാഗം നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. 15 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ് വരെയുള്ള ഭാഗം നിങ്ങൾ കാണുക കേട്ടോ. ഇതിൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇന്ന് ഇപ്പോൾ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഞാനിതിൽ ലോഗിൻ ചെയ്തിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ലോഗിൻ, റൈറ്റ് സൈഡ് കോർണറിൽ കാണാം ലോഗിൻ ഒരു രജിസ്റ്റർ എന്നുള്ള കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാനിതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എൻ്റെ ഇതുണ്ടോ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു, ഞാൻ ഇത് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് അതിൽ അങ്ങനെ കാണിക്കുന്നതാണ്. പിന്നെ എൻ്റെ പാസ്വേഡ് ഇവിടെ ഉണ്ട്. ഇനി ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചാൽ മതി. അവിടെ ക്യാപ്ച കോഡാണ്, ഇവിടെ അടിച്ചു കൊടുക്കുക, ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് കാണിക്കുക. അപ്പോൾ ഞാൻ ക്യാപ്ച കോഡ് അടിച്ചു. എൻ്റെ യൂസർ നെയിമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാകും കേട്ടോ. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉണ്ടാവും, അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു. ഇനി ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്. ആ ലോഗിൻ കൊടുത്തു, എനിക്കിവിടെ കാണാം പേജ് ലോഡാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കൂടെ എഡിറ്റ് എന്നുള്ളൊരു പെൻസിലിൻ്റെ ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ളതാണ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലൈവ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. മൈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അവിടെ ലൈവ് എക്സാമിനേഷൻ എന്നുള്ളടത്ത് ഞാൻ ക്ലിക്ക് ചെയ്തതാണ്. അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഇങ്ങനെയാണ് വരിക കേട്ടോ. ലൈവ് എക്സാമിനേഷൻ എന്നുള്ളത് ആ ഒരു വിൻഡോയിൽ തന്നെയാണ് വരിക. നമ്മൾ അതിലിവിടെ കാണാൻ പറ്റും, ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് March 28, ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് മൊബൈലൊക്കെ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ജൂനിയർ എഞ്ചിനീയർ, നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ കൂടെ, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കാണാം. ഫിൽ ഫോം തന്നിട്ടുള്ള ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതാ ഈ ഒരു 5 സ്റ്റെപ്പാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ OTR ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും. അങ്ങനെ താഴോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഓക്കെ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ ആ പെൻസിലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം. ഇതെല്ലാം ഓക്കെ ആണ്. എൻ്റെ ഇപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കാണാം. അവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അപ്പം കാണാം സക്സസ് എന്ന് കാണാം. ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുത്ത സമയത്തും കാണാം എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഏതാണ് നമ്മുടെ സ്ട്രീം ഏതാണ്, അതായത് ഈ പറയുന്ന എന്താണ് സബ്ജക്റ്റ് ഏതാണ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഏതാണ് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിലാണ് വിചാരിക്കുക. സിവിലാണ് ഞാൻ കൊടുക്കുന്നത്. സിവിലിവിടെ കൊടുത്തു. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നത് വീണ്ടും നമ്മൾ ആ സെയിം ഒന്ന് വെരിഫൈ ചെയ്യാണ്. ഓക്കെ, അതായത് മാക്സിമം എന്താണ് മിസ്റ്റേക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അത് റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ കേട്ടോ. വീണ്ടും അത് ജസ്റ്റ് നമ്മളിവിടെ വെരിഫൈ ചെയ്യാൻ ഇവിടെ സിവിലിൽ നിന്ന് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണെന്ന്. അപ്പോൾ നിങ്ങളിപ്പം ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഡിപ്ലോമ കഴിഞ്ഞ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ അപ്പിയറിംഗ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, സ്റ്റാറ്റസ് എന്നുള്ളടത്ത് നിങ്ങൾ അപ്പിയറിംഗ് കൊടുത്താൽ മതി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് ക്ലോസിംഗ് ഡേറ്റിലേക്ക് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകത ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ അങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് ഇനി PG ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഉയർന്ന ക്വാളിഫിക്കേഷൻ എന്താണോ അത് വേറെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അല്ല ഇവിടെ ചോദിച്ചത്, നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഗ്രാജുവേഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇവിടെ അടുത്ത് ചോദിക്കുന്നത് ക്വാളിഫയിങ് ഡിപ്ലോമ ഓർ ഡിഗ്രി ആണ്.
അത് എനിക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ മുകളിൽ എന്താണ് ഗ്രാജുവേഷനാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ BE അല്ലെങ്കിൽ BSc എന്നെ അവിടെ കൊടുത്തോളുന്നില്ല. എൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ് ഞാൻ കൊടുത്തത്. എനിക്ക് ഡിപ്ലോമയും ഉണ്ട് വിചാരിക്കുക, അപ്പോൾ എനിക്ക് ഡിപ്ലോമ കൂടെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഡിപ്ലോമ മാത്രമാണെങ്കിൽ നിങ്ങൾ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ കൊടുത്ത് ഡിപ്ലോമ കൊടുക്കാം, താഴെയും ഡിപ്ലോമ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഗ്രാജുവേഷൻ കൊടുത്തു, ഞാനിവിടെ എന്താണ് ഇവിടെ ഡിപ്ലോമയാണ് കൊടുക്കുന്നത്. അതിനുശേഷം സ്ട്രീം ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സെലക്ട് ചെയ്യാം. ദെൻ നമ്മുടെ ഡിപ്ലോമ നമ്മൾ പാസ്സാണോ അപ്പിയറിംഗ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ പാസ്ഡ് എന്ന് കൊടുക്കണം കേട്ടോ. അത് ഓക്കെ, കാരണം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമ്മൾ പാസ്സായിരിക്കണം. ഇനി ഇവിടെ പാസിംഗ് ഇയർ എന്നുള്ളത് നമ്മൾ എന്നാണ് അത് പാസ് ഔട്ട് ആയത് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, 2015 ആണോ, ഓക്കെ എന്നാണ് ഇവിടെ ഡേറ്റ് ഇങ്ങനെ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ ഡേറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ 2020 കൊടുക്കണം. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമുക്ക് ഏതാണ് യൂണിവേഴ്സിറ്റി അതിൻ്റെയാണ് നമ്മൾ ചോദിക്കുന്നത്, ഏത് സ്റ്റേറ്റ് ആണ്. അപ്പം നമ്മൾ കേരള സെലക്ട് ചെയ്യാം. അതിനുശേഷം നെയിം ഓഫ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റിയാണ്, നമ്മൾ എവിടെയാണ് പഠിച്ചതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാണാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉള്ളത് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ചിന്മയ, IIT പാലക്കാട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, കേരള ബോർഡ് ഓഫ് സെക്കൻഡറി, ദെൻ കേരള ബോർഡ് ഓഫ് വൊക്കേഷണൽ, ദെൻ കേരള കലാമണ്ഡലം, അങ്ങനെ കേരളത്തിലുള്ള വിവിധ യൂണിവേഴ്സിറ്റി ബോർഡുകൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഇനി ഇതിലൊന്നും നിങ്ങൾക്കില്ലെങ്കിൽ ഇവിടെ അതേഴ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡിൻ്റെ പേര് അവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിനടുത്ത് നമ്മൾ നമ്മുടെ റോൾ നമ്പർ കൊടുക്കുക കേട്ടോ. നമ്മുടെ ഡിപ്ലോമയിൽ നമ്മുടെ റോൾ നമ്പർ ഉണ്ടാവുമല്ലോ. ഓക്കെ, നമ്മുടെ സർട്ടിഫിക്കറ്റിലെ റോൾ നമ്പർ കൊടുക്കാം. ദെൻ പെർസെൻറ്റേജ് കൊടുക്കാം. അതിനുശേഷം CGPA. ഓക്കെ, നമുക്ക് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആയിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ CGPA നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കൊടുക്കാനുള്ള കോളുണ്ട്. പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ CGPA കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് CGPA ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് 10 സ്കെയിലിൽ അങ്ങനെയുള്ളൊരു പോയിൻ്റാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ 8.9 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാം. അപ്പോൾ പെർസെൻറ്റേജ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. ഇനി CGPA ആണെങ്കിൽ നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്യാനോ നിൽക്കണ്ട, ജസ്റ്റ് പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ 8.9 CGPA ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സേവ് എന്ന് കൊടുക്കുകയാണേ. അപ്പോൾ ഇവിടെ സക്സസ് കാണാം. ഓക്കെ കൊടുക്കാം. ഇനി അടുത്ത അഡീഷണൽ ഇൻഫർമേഷൻ ആണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ടൊക്കെ നോ ആണ് വരിക. അപ്പോൾ അതായത് നിങ്ങൾക്ക് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ യെസ് എന്നാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ യെസ് എന്നാക്കി കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സൈറ്റിൽ നമ്മുടെ SSCയിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് ഷെയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണ്ടി അത് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. താല്പര്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. യെസ് കൊടുത്തോളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കിതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൽ വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും നമുക്ക് എക്സ്ട്രാ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇത് ഓക്കെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചോദിക്കുന്ന എക്സാം സെൻ്റർ ആണ്. അപ്പോൾ പ്രിഫറൻസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാൻ കേരളത്തിൽ ഇവിടെ കാണാം KKR നോക്കിയാൽ മതി, വളരെ എളുപ്പത്തിൽ. അപ്പോൾ കോഴിക്കോടാണ് ആദ്യം കൊടുക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ 3 എണ്ണം നമ്മൾ മിനിമം കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ എറണാകുളം കൊടുക്കുന്നു, പിന്നെ കോട്ടയം കൊടുക്കുന്നു. ഓക്കെ, ഞാൻ വെറുതെ കൊടുത്താണ് കേട്ടോ, ജസ്റ്റ് ഒരു 3 എണ്ണം നമ്മളത് കൊടുക്കുക. ഓക്കെ, മിനിമം നമ്മൾ 3 എണ്ണം കൊടുക്കണം. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്കുള്ളതാണ് നമ്മൾ നോക്കണ്ട, നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ വരും. പിന്നെ നമുക്ക് എക്സാം എഴുതാൻ ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ശാരീരിക പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികൾ സ്ക്രൈബിനൊക്കെ വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നോ കൊടുത്താൽ മതി. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ യെസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളോട് യെസ് കൊടുക്കുകയാണെങ്കിൽ സ്ക്രൈബിനെ വേണമെന്നുള്ളതാണ്. അപ്പോൾ എക്സാം എഴുതുന്നതിന് സഹായി ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ കേട്ടോ നമ്മൾ നോക്കണ്ട. അവിടെ നോ കൊടുത്താൽ മതി. എന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സക്സസ്. ഓക്കെ എന്ന് കൊടുക്കുക. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ ഇതിൽ എന്ത് ചെയ്യണം, നമ്മൾ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യണം. അതുപോലെ ഈ സിഗ്നേച്ചർ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ഫയൽ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ. 10 KB 20 KB ഇടയിലുള്ള ഫയൽ സൈസിൽ ഒരു ഫയൽ നമ്മളിതിൽ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഫോട്ടോ നമ്മൾ ലൈവായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻ അവിടെ ഉണ്ട്, പ്രത്യേകമായിട്ട് നമ്മളത് ഫോളോ ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, നമുക്ക് നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം ബാക്ക്ഗ്രൗണ്ടിൽ. അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ല പ്ലെയിൻ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് മുൻപ് നമ്മുടെ ക്യാമറ നമ്മുടെ ഐ ലെവലിന് കറക്റ്റായിട്ട് ആ ഒരു രീതിയിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ക്യാമറയിലേക്ക് നോക്കുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ഗ്ലാസ്, ഈ പറയുന്ന ക്യാപ്പ്, മാസ്ക് ഇങ്ങനെയൊന്നും വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ രീതിയിലായിരിക്കണം. അപ്പോൾ ഞാനിവിടെ ക്യാപ്ചർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വർക്കായിട്ടില്ല, മറ്റൊരു ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം, അത് ഞാൻ കാണിക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ ക്യാപ്ചർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ പറയുന്ന ഞാനിപ്പം വേറൊരു മോണിറ്ററും പാടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഞാനിരിക്കുന്നത് എൻ്റെ ലാപ്പിന് എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പം മീൻസ് ഓപ്പോസിറ്റാണ്, സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്, ഓപ്പോസിറ്റ് എല്ലാം സൈഡിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ക്യാപ്ചർ എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ രീതിയിലാണ് എടുക്കുന്നത്. അപ്പം
എൻ്റെ ക്യാമറ ഈ സൈഡിലാണ് കേട്ടോ, ഈ സൈഡിലാണ് എൻ്റെ ക്യാമറ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്ന എൻ്റെ മോണിറ്റർ ഇവിടെ ഉണ്ട്, മോണിറ്റർ ഈ സൈഡിലാണ്. അപ്പോൾ ഞാൻ ലാപ്പും വേറൊരു എക്സ്ട്രാ വലിയൊരു മോണിറ്ററും കൂടെ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടി മാത്രം എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ക്യാമറ ഫേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ നമ്മൾ സ്പെക്സ് ഒന്നും ഇടാൻ പാടില്ല. ഞാനൊരു ഇത് ഫോട്ടോ എടുത്തിട്ട് കാണിക്കാം കേട്ടോ ജസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാനിപ്പോൾ ഏകദേശം ഒരു പിക്ചർ എടുത്താണ്. ഇവിടെ നിങ്ങൾക്കൊരു റെഡ് കളറിലൊരു ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ആ ബൗണ്ടറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കറക്റ്റ് നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ ചെവിയൊക്കെ കാണുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഫോട്ടോ. ഇതിന് കുറച്ച് ചരിവൊക്കെ ഉണ്ട്, കാരണം ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ കുറച്ച് ചരിച്ചൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി തന്നെ, ഞാൻ ഒരിക്കലും ഇതൊരു അപേക്ഷ കൊടുക്കുകയൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു ഡെമോ കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ കറക്റ്റ് ആയിരിക്കണം, അത് പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫേസൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ കൊടുക്കുന്ന പോലെ തന്നെ വ്യക്തമാകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ലിയർ ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നോക്കിയിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്ത് കൊടുക്കുകയാണ് തൽക്കാലം. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ അത് വർക്കായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ QR കോഡ്, അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. ആ QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിലൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ മൊബൈൽ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ക്യാപ്ചറിന് കൊടുത്തിട്ട് എന്താ വന്നിട്ടില്ലെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ക്യാമറ ക്യാപ്ചറിന് കൊടുത്തിട്ട് വന്നില്ലെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മളിവിടെ ക്യാപ്ചറിന് കൊടുത്തിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നമുക്കിതിപ്പോൾ ഞാൻ എൻ്റെ സൈഡ് വ്യൂ ആണ് നിങ്ങൾ കാണാം കേട്ടോ ഇതിൽ. അപ്പോൾ ഞാൻ ഇവിടെ ഫോർ എക്സാമ്പിൾ വന്നിട്ടില്ലെങ്കിൽ, ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ക്യാമറ ചിഹ്നം ഇവിടെ കാണാം നിങ്ങൾക്ക്, ഞാനത് ഒഴിവാക്കണേ, അതും കൂടെ കാണാൻ പറ്റും. ഇനി ക്യാപ്ചറിന് ഇവിടെ കൊടുത്താൽ എന്ത് ചെയ്യില്ല, ഇവിടെ വരില്ല. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഇപ്പോൾ ഇങ്ങനെയൊന്നും മെസ്സേജോ കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ക്യാമറൻ്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു നിങ്ങൾക്ക് കാണാം, ഒരു എന്താണ് നമ്മളുടെ ഒരു ലോക്കിൻ്റെ ചിഹ്നം കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മോർ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് മീഡിയ സെലക്ട് ചെയ്യുക, മീഡിയ അല്ല പെർമിഷൻ സെലക്ട് ചെയ്യാൻ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂസ് ദ ക്യാമറ എന്നുള്ളടത്ത് ജസ്റ്റ് അൺടിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അലോ എന്നുള്ളത് കൊടുക്കുക, എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇത് ഒന്നും പാടെ നമ്മൾ ക്യാപ്ചറിന് കൊടുത്താലേ നമുക്കിവിടെ കാണാം, ഇവിടെ ക്യാമറ ആ ഒരു സിമ്പിളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ക്യാമറയിൽ നമ്മളെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഒരു ഫോട്ടോ ക്യാപ്ചർ ഉണ്ട്. അപ്പോൾ ഞാനത് എക്സാമ്പിൾ കാണിച്ചാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇത്ര ക്ലാരിറ്റി പോരട്ടോ. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് മാത്രം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എന്നിട്ട് വീണ്ടും ക്യാപ്ചർ ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ച് തരുന്നതിന് വേണ്ടി മാത്രം, ഡെമോ അക്കൗണ്ട് മാത്രമാണ്, ഒരിക്കലും ഇതൊരു അപേക്ഷയല്ല, ജസ്റ്റ് ഡെമോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഫോട്ടോ വരുന്ന രീതിയിൽ നല്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല വെളിച്ചം വേണം, പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. റിപ്പീറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ തെറ്റ് വരുത്തരുത് എന്നതുകൊണ്ടാണ് കേട്ടോ. അത് കിട്ടിയില്ല, ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് എന്താ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഇനി നമ്മൾ ഫോട്ടോയുടെ മീൻസ് സിഗ്നേച്ചറോടെ അപ്ലോഡ് ചെയ്യണം നമ്മൾ. അപ്പോൾ സിഗ്നേച്ചറോടെ സെലക്ട് ചെയ്യുക, ജസ്റ്റ് നമ്മളൊരു സിഗ്നേച്ചർ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 10 KB 20 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ റൈറ്റ് സൈഡിലൂടെ കാണാൻ പറ്റും സിഗ്നേച്ചർ വന്നിട്ടുണ്ട്. ഇനി സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാം സക്സസ് എന്നാണ്, ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ നമ്മുടെ പ്രിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എന്തെങ്കിലും തെറ്റുകളുണ്ടോ നമുക്ക് ഒന്നുപാട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ചെക്ക് ചെയ്യുക. ഫോട്ടോ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അത്ര ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ അത് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെബ് ക്യാം അത്ര ക്വാളിറ്റി ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാം ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോ ബാക്ക് കൊടുത്ത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഡിക്ലറേഷൻ അഗ്രി കൊടുക്കുക. നമ്മൾ ക്യാപ്ച കോഡ് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് അടുത്ത പേയ്മെൻറ്റിലേക്കാണ് പോവുക. ഓക്കെ, അങ്ങനെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഫോം പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ജസ്റ്റ് ഒരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് മാത്രം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ അപേക്ഷ നൽകി കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ മാത്രം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ലൈവ് ക്യാപ്ചർ ഫോട്ടോ നമുക്ക് ലൈവ് ക്യാപ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക, എന്നിട്ട് ഓൾ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ആക്കി വെക്കുക. എന്നാൽ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, താങ്ക് യു.